ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണ ദിവസം എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. കാരണം കുറച്ച് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നല്ലൊരു പനി പിടിച്ചു. ഈ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ, കുറവുണ്ട്. അപ്പോൾ ചുമയും നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പം മുന്നേ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓണത്തിൻ്റെ ആ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോണത്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓണസദ്യ ഒരുക്കുന്നതും പൂക്കളം ഇടുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ നുറുക്കി വയ്ക്കലാണ് ഒരു പണി കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാം തന്നെ തലേ ദിവസമാണ് നുറുക്കി വയ്ക്കുന്നത്. എല്ലാം നുറുക്കി പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ എല്ലാം നിരത്തി വെച്ച് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ദേ എല്ലാം നുറുക്കി കഴിഞ്ഞ് ഇനിയിപ്പം എന്തേ ഓലൻ, അവിയൽ, തോരൻ, കൂട്ടുകറി, സാമ്പാർ, ബാക്കി കുറച്ചൊക്കെ അപ്പം നുറുക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ വെണ്ടയ്ക്ക സാമ്പാറിലിടാനുള്ള മുരിങ്ങയ്ക്ക, അങ്ങനെ അതൊക്കെ അപ്പം നുറുക്കുകയുള്ളൂ. പിന്നെ ആദ്യം ചെയ്യുന്നത് അടയും പഴവും പുഴുങ്ങി വയ്ക്കും കേട്ടോ. അപ്പം നേദിക്കാനുള്ള അതാണ് ഫസ്റ്റ് ആവേണ്ടത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. ഇത് പായസവും റെഡി ആയിട്ടുണ്ട്. സേമിയ പായസമാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ഇത്രയും സദ്യ നമ്മൾ ഒരുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സേമിയ പായസം ആണെങ്കിൽ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ബാക്കിയുള്ള പായസമൊക്കെ ആണെങ്കിൽ നല്ല പണിയാണല്ലോ. സേമിയ ആവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് കൂട്ടാനുകൾ ഞാൻ എൻ്റെ കൂട്ടുകറിക്കുള്ള കടലപ്പരിപ്പ് വേവിച്ചിട്ട് അതിലേക്കാണ് നമ്മുടെ പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഒരു അടുപ്പിൽ സാമ്പാർ റെഡിയാവുന്നുണ്ട്, ഒരു അടുപ്പിൽ അവിയൽ റെഡിയാവുന്നുണ്ട്. അങ്ങനെ അത് മൂന്ന് അടുപ്പുണ്ടായതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവിയലും സാമ്പാറും കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തായിട്ട് ചോറിനായിട്ട് അരി പാത്രത്തിലിട്ടതേ തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ തോരനും പയറും ക്യാരറ്റും കൂടെയുള്ള തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പൂവിടുന്ന തിരക്കിലാണ് കേട്ടോ. അച്ഛനും മോളും കൂടിയിട്ട് ഇവിടെ പൂവിടുകയാണ്. കുറേയൊക്കെ പൂക്കൾ തലേന്ന് തന്നെ നുറുക്കിയൊക്കെ വെച്ചു കേട്ടോ, കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ളത് അപ്പം കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ അങ്ങനെ ഡിസൈനൊക്കെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ പൂക്കളം ഇടുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇടപെടുന്നേ ഇല്ല, അവർ രണ്ടാളും കൂടെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അവരിങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അടുക്കളയിലേക്ക് ഞാൻ തിരികെ വന്നു. അപ്പം നമ്മുടെ പായസത്തിൽ ഒന്ന് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടണമായിരുന്നു, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വറുത്തിട്ട് സെറ്റായിട്ടുണ്ട് പായസം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ പച്ചടിയും വെള്ളരിക്ക പച്ചടിയും ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ നുറുക്കി വെച്ചില്ല കേട്ടോ, തലേദിവസം നുറുക്കി വെച്ചില്ല, അന്ന് തന്നെയാണ് കേട്ടോ നുറുക്കണത്. അത് പെട്ടെന്ന് തന്നെ നുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയും നമ്മുടെ വെള്ളരിക്ക പച്ചടിയും കൂടെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഓണവിഭവങ്ങളുടെ എല്ലാം വീഡിയോ ഞാൻ സെപ്പറേറ്റ് എല്ലാം വിസ്തരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ വിസ്തരിച്ചിട്ട് കാണിക്കണില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ പൈനാപ്പിൾ പച്ചടിയും വെള്ളരിക്ക കിച്ചടിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സദ്യ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ധാരാളം ആൾക്കാർ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വേഗം തന്നെ കഴിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളെല്ലായിടത്തും മിക്കവാറും ഒരാൾ ഒക്കെ ആയിരിക്കും, വീട്ടമ്മമാരായിരിക്കും കൂടുതലും സദ്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തന്നെ നുറുക്കി വയ്ക്കുക, പിന്നെ നാളികേരം ചിരകി വയ്ക്കുക, പിന്നെ ഈ എന്താ പറയുക കുക്കിങ്ങിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളൊന്നും സെറ്റാക്കി വയ്ക്കുക. കറിവേപ്പില കഴുകി എടുത്ത് വയ്ക്കുക, മല്ലിയില, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വേഗം തന്നെ സദ്യയുടെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ സദ്യയുടെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകറി, അവിയൽ, പിന്നെ സാമ്പാർ, പിന്നെ ചോറ്, നമ്മുടെ സേമിയ പായസം, പിന്നെ താഴെ ബീൻസ് ഉപ്പേരി, ഓലൻ, പൈനാപ്പിൾ പച്ചടി, വെള്ളരിക്ക പച്ചടി, രസം, പിന്നെ നമ്മുടെ 108 കറി, തൈര് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോഴേക്കും നമ്മുടെ പൂക്കളമൊക്കെ ഇവിടെ എന്തായെന്ന് നോക്കിയിട്ട് വരാം. ഇതെല്ലാം സെറ്റായി നന്നായി നല്ല ഡിസൈനിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടാളും കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പണ്ടൊക്കെ ഇങ്ങനെ അത്തപ്പൂക്കളം ഇടുന്നത് നമ്മൾ മുറ്റത്താണ്. അപ്പം അത് ചാണകമൊക്കെ മെഴുകി
എന്ത് രസമായിട്ടാണ് നമ്മുടെ നാടൻ പൂക്കൾ. ഇങ്ങനത്തെയുള്ള പൂക്കളൊന്നും ഒന്നും മേടിക്കാൻ കിട്ടുമൊന്നുമില്ല. അപ്പം നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഇതിങ്ങനെ പിടിക്കും ചില സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ നാടൻ പൂക്കൾ തന്നെ കൊണ്ടുണ്ടാക്കിയ അത്തപ്പൂക്കളാണ് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതേ നമ്മുടെ പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞു. ഇനി നമുക്ക് സദ്യ ഉണ്ണാട്ടോ. അപ്പോൾ അത് ഇലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലത്തൊന്നും അല്ല കേട്ടോ വിളമ്പിയേക്കണത്. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഇലയിൽ ഓരോരോ സ്ഥാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് പിക്കിളൊക്കെ വരിക. അച്ചാറുകൾ, പുളിയിഞ്ചി, നാരങ്ങാക്കറി, അങ്ങനെ പിന്നെ ഓലൻ, പിന്നെ പച്ചടി, കിച്ചടി, അങ്ങനെ ഓരോ സ്ഥലമുണ്ട് കേട്ടോ അതിന്. കറക്റ്റായിട്ടൊന്നും അല്ല വിളമ്പിയേക്കണത്. അപ്പോൾ നമ്മൾക്ക് ഭഗവാന് നമ്മളൊരു ഇലയിൽ ഈ ഐറ്റം എല്ലാം ഫസ്റ്റ് വിളമ്പിട്ടു, എന്നിട്ടാണ് നമുക്ക് വിളമ്പണത്. നമ്മൾ വിളമ്പണത് അതിന് വെളിച്ചം. അപ്പം എല്ലാവരും കൂടി സദ്യ കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. കാളനും പുളിയിഞ്ചി നാരങ്ങാച്ചാറും ഒക്കെ ഞാൻ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ പച്ചടി താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് 4 മണിയും പറഞ്ഞാൽ മതി. ഇത്ര നേരത്തെ പോകണ്ട. അച്ഛനെ കിടന്നോളോ, ഇതൊക്കെ പോയാൽ മതി. 4 മണി വെയിൽ ആയിട്ട് പോയാൽ മതി. ഹാപ്പി ഓണം. നമ്മളിപ്പോൾ ഊണൊക്കെ കഴിച്ച് കുറച്ച് അത്തപ്പൂക്കളത്തിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ശോഭാ സിറ്റി ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണ ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.